നല്ല തടുത്ത കാറ്റുണ്ടല്ലേ ആറ്റിറ്റ്യൂഡൊക്കെ കേട്ടിട്ട് കൺകൾ ഈറണ്ടാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇരുന്ന് കഴിഞ്ഞാൽ ആകാശത്തോട്ട് നോക്കി ഇരിക്കത്തേ ഉള്ളൂ. ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90% ആൾക്കാർക്കും കുറച്ച് പാടുള്ള ഒരു പണിയാണ്. അതും നമുക്കൊട്ടും പരിചയമില്ലാത്ത ഒരു വ്യക്തിയോട്, നമുക്കൊട്ടും പരിചയമില്ലാത്ത ഒരു പെൺകുട്ടിയോട്, നമുക്കൊട്ടും പരിചയമില്ലാത്ത ഒരു ആൺകുട്ടിയോട് ഒക്കെ നമുക്ക് ഇന്ന് സംസാരിക്കുക ആ ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പാടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഒരു സ്ട്രേഞ്ചറിനോട് നമുക്ക് ആ ഒരു സ്ട്രേഞ്ചറിനെ നമ്മുടെ ഏറ്റവും അടുത്തൊരു പരിചയക്കാരനാക്കി അല്ലെങ്കിൽ ഒരു പരിചയക്കാരിയാക്കി എങ്ങനെ മാറ്റാം എന്നുള്ളതിന്റെ കുറച്ച് വഴികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. ഞാൻ അലൻ MTPL. നമുക്ക് ഇന്നൊരു വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു ഉദാഹരണത്തിലൂടെ തുടങ്ങാം. നിങ്ങളൊരു ബസ്സിൽ പോവാണ്, നമ്മളൊരു രാവിലെ ഒരു ബസ്സിൽ പോവാണെന്ന് വിചാരിക്കുക. നമ്മൾ വളരെ ഇച്ചിരി ദൂരം യാത്ര ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലേക്ക് കോളേജിലേക്ക് പോവാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ അടുത്ത് വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി ഇരിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ പെൺകുട്ടിയോട് മിണ്ടണമെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നല്ല തടുത്ത കാറ്റുണ്ടല്ലേ എന്നൊക്കെ ചോദിച്ച് ആടി മേട്ടൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെയുള്ള വർത്തമാനമൊന്നും പറയാം, അങ്ങനെയുള്ള ക്ലീഷേ ഡയലോഗ് ഒന്നും പറയാതിരിക്കുക. ഏറ്റവും നന്നായി നമുക്ക് ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു പെൺകൊച്ചിനോട് മിണ്ടാൻ വേണ്ടി മാത്രമല്ല, മറ്റേതൊരു കാര്യത്തിനാണെങ്കിലും പൊതുവേ ഉള്ള ഒബ്ജക്റ്റിനെ, അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, നമ്മുടെ പൊതുവേ ഉള്ള ഒരു കാലാവസ്ഥ നോക്കി അതിനെപ്പറ്റി സംസാരിക്കും. ഞാൻ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഒരു കുടയും കൊണ്ടാണ് ഇവർ കയറി വരുന്നതെന്നിരിക്കട്ടെ, നല്ല മഴയുള്ള സമയമാണ്. അപ്പൊ നമ്മൾ ചുമ്മാ ഇങ്ങനെ പറയാം, കുടയുള്ളത് നന്നായി, ഇനിയിപ്പോ ഏതായാലും മഴ നനയാതെ പോവാലോ എന്നൊക്കെ പറയാം. അപ്പൊ അവര് ഒന്നെങ്കിൽ അവര് തിരിച്ച് അതെ 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 എന്ന് പറയും, അല്ലെങ്കിൽ ഒരു ചിരി തരും. ഇതൊരു പോസിറ്റീവ് സൈനാണ്. നമ്മളൊരാളോട് മിണ്ടുന്ന സമയത്ത് അവർ നമ്മളോട് തിരിച്ച് നമ്മളോട് ചിരിയോടെയാണ് നമ്മളെ സ്വീകരിക്കുന്നതെങ്കിൽ അതൊരു പോസിറ്റീവ് സൈൻ. അവരൊരു നല്ല മൂഡിലാണ് ഇരിക്കുന്നതെന്നാണ് അർത്ഥം. അതേസമയം അവർ തിരിച്ച് ഒന്നും മിണ്ടുന്നില്ല, തല താത്തിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ ഫേസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക, ആ ഒരു സ്പേസിന് റെസ്പെക്ട് ചെയ്യുക, നമ്മൾ അവിടെ നിന്ന് മാറിക്കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു സമയത്ത് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ കോൺവെർസേഷൻ ബിൽഡ് ചെയ്തു, നമ്മളൊരു സ്റ്റാർട്ടിങ്ങിലിട്ടു. ഇനി നമുക്ക് അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കാം. രണ്ടാമത്തെ വഴിയാണ് ബീങ് ഫണ്ണി. നമ്മൾ ഫണ്ണി ആയിട്ടുള്ള ആളുകളെ എപ്പോഴും ആളുകൾക്ക് ഇഷ്ടമാണ്. നമ്മൾ കുറച്ച് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുമ്പോൾ ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു എന്റർടൈനറെ നമുക്കെല്ലാം ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹം നന്നായി കോമഡി പറയുന്ന ആളാണ്. ഒരു കൊമേഡിയൻ എന്നുള്ള രീതിക്കാണ്. നല്ലൊരു എക്സ്ട്രീം സ്കിൽഡ് ആയിട്ടുള്ള ആളാണ് കേട്ടോ. നമ്മൾ ഈ കാണുന്ന പോലെ ഒന്നുമല്ല, അതുപോലെ കഴിവുള്ള ഒരു മനുഷ്യനാണ്. എന്നാലും നമ്മൾ ബീങ് ഫണ്ണി ആയിട്ടിരിക്കുക. അവർ കുറച്ച് സീരിയസ് ആയിട്ട് മസിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേനും ആറ്റിറ്റ്യൂഡൊക്കെ കേട്ടിട്ട് കൺകൾ ഈറണ്ടാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇരുന്ന് കഴിഞ്ഞാൽ ആകാശത്തോട്ട് നോക്കി ഇരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക, ബീങ് ഫണ്ണി. ഒരാളോട് മിണ്ടുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ ഫണ്ണി ആയിട്ടിരിക്കുക. ആ ഒരു സാഹചര്യം നോക്കിയിട്ട് ഏത് സിറ്റുവേഷനിലാണ്, മരണ വീട്ടിൽ ചെന്നാൽ കോമഡി അടിച്ചേക്കരുത്. നമ്മൾ ഏത് സിറ്റുവേഷനിലാണോ നിൽക്കുന്നത് ആ സിറ്റുവേഷൻ അനുസരിച്ച് കുറച്ച് ഫണ്ണി ആയിട്ടിരിക്കുക. അപ്പോൾ അവർ നമ്മളോട് തിരിച്ചു മിണ്ടാൻ തുടങ്ങും. നമ്മൾ അങ്ങോട്ട് സംസാരിക്കുക, തിരിച്ച് നമ്മളെപ്പോഴും പ്രോപ്പർട്ടി വൈസ് മിണ്ടിക്കൊണ്ടേ ഇരിക്കുക. നമുക്ക് ഒരു സ്ട്രേഞ്ചറിനോട് സംസാരിക്കണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പ്രോപ്പർട്ടി വൈസ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ ബീങ് ഫണ്ണി, നമ്മളെപ്പോഴും ഒരു തമാശക്കാരനായി മാറുക. മൂന്നാമത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേ ഓഫ് ടോക്കിംഗ് ആണ് നമ്മളെപ്പോഴും ബി യുവർ സെൽഫ് എന്ന് പറയും. അതായത് നമ്മൾ എത്രത്തോളം ഫണ്ണി ആയി എന്നിരിക്കട്ടെ, നമ്മൾ എത്രത്തോളം അവരോട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അവരെ അട്രാക്ട് ചെയ്യാനായിട്ട് നമ്മുടെ കൈ വിട്ടൊന്നും പറയാതിരിക്കുക. ബി യുവർ സെൽഫ്. നമ്മളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ഇന്ന കുറവുകളൊക്കെ ഉണ്ട്, നമുക്ക് ഇന്ന കഴിവുകളൊക്കെ ഉണ്ടെന്നുള്ളൊരു ബേസിക് നമ്മളെപ്പറ്റി ഒരു ഐഡിയ നമ്മൾ ആദ്യമേ മോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് പറഞ്ഞ് സംസാരിക്കുക. നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെയാണ് എന്നെ കൊണ്ട് പറ്റുന്നുള്ള രീതിക്ക് നമ്മൾ സംസാരിച്ച്, ഈ സംസാരത്തിന്റെ ഇടയ്ക്കാട്ടോ ഞാൻ പറഞ്ഞു, ഈ ബീങ് ഫണ്ണി ആയിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് തന്നെ ഓവറായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം അംബാനിയായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അവിടെ ഞാൻ 300 രൂപ ഡീൽ അങ്ങനെയൊന്നും പറഞ്ഞാൽ അടിച്ചേക്കരുത്. കാര്യം നാളെ ഇത് പണിയാവും. ഇതേ പുള്ളിക്കാരി അറിയും ഇത്, ഇവനൊരു പെണ്ണാക്കും ഇല്ലെന്ന് നാളെ അറിയും. പിന്നെ ഞാൻ പറഞ്ഞില്ല, ആകാശത്തോട്ട് നോക്കിയിരിക്കത്തേ ഉള്ളൂ. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഇതിനകത്ത് വേണം. എന്താണത്? അതാണ് ഒരു ബേസിക് ഹുക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ബേസിക് ഹുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു പൊതുവായിട്ട് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ അവർക്കും കൂടി അറിയാവുന്ന, നമ്മൾ സംസാരിച്ച് അവർക്കും നമുക്കും പൊതുവേ അറിയാവുന്ന ഏതെങ്കിലും ഒരു സ്പോട്ട് നമ്മൾ പറയുക. എന്നിട്ട് നമ്മൾ ചുമ്മാ പറയാം, ആ ചായക്കട ഞാൻ സ്ഥിരമായിട്ട് അവിടെ പോകാറുണ്ട്, ഇന്നലെയും കൂടെ ഞാൻ പോയതുള്ളൂ, ഇന്നലെ വൈകിട്ടും കൂടെ പോയതുള്ളൂ. നിങ്ങൾ പോയിട്ടേ ഇല്ലായിരിക്കും, പക്ഷെ ഈ പറഞ്ഞു കഴിഞ്ഞിട്ട് പോകണം. അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം. പറയാ, ഈ ആ ഒരു ചായക്കട, ആ ഒരു നാലുകാലം ഇരിക്കുന്ന ആ ഒരു ചായക്കടയില്ലേ, ഇപ്പോഴും ഞാൻ അവിടെ പോകാറുണ്ട്, മിക്കവാറും ഞാൻ അവിടെ പോയിരിക്കാറുണ്ട്, കുട്ടി ഇവിടെ വരാനുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുക. അപ്പോഴത്തേക്കും ഇത് പരമാവധി ഒരു 4, 5, 6 പ്രാവശ്യം. ആദ്യത്തെ പ്രാവശ്യം പറയുമ്പോൾ ഇവർ സംസാരിക്കുക, രണ്ടാമത്തെ പ്രാവശ്യം പറയുമ്പോൾ എവിടെയെങ്കിലും നോക്കിക്കൊണ്ടിരിക്കും, മൂന്നാമത്തെ പ്രാവശ്യം പറയുമ്പോഴത്തേനും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഒരു 4ാമത്തെ പ്രാവശ്യമൊക്കെ പറയുമ്പോൾ ഈ കോപ്പ് എന്നുള്ള രീതിക്ക് അവസാനം ഇവർ ശ്രദ്ധിക്കും.
അങ്ങനെ ഇവരുടെ ശ്രദ്ധ കൊണ്ടിരുന്നിടം വരെ നമ്മൾ ഈ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ പറഞ്ഞ അവരുടെ പ്രയോജനം എന്നാണെന്നറിയോ? അടുത്ത ദിവസം അവർ അതുവഴി പാസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഇന്നയാള്, അതായത് അവരുടെ മനസ്സിൽ നമ്മൾ ഹുക്കാവണം കേട്ടോ. അവർ ഹുക്കായില്ല എങ്കിൽ അതൊക്കെ ഈ സംസാരത്തിലുള്ള കഴിവാണ്. ആ ഒരു ഹുക്കായിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം വരുമ്പോൾ ഉറപ്പായിട്ടും നീ അതിനകത്തുണ്ടോ എന്ന് അവർ ശ്രദ്ധിക്കും. പിന്നെ ഒരാളെ കാണുന്ന സമയത്ത് തന്നെ ചാടിക്കേറി നിനക്ക് റിലേഷൻ ഉണ്ടോ, നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ, അല്ലെങ്കിൽ നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ ചാടിക്കേറി ചോദിക്കാതിരിക്കുക. നിങ്ങൾ സംസാരിക്കുന്ന ആള് അവരുടെ ബോയ് ഫ്രണ്ട് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഗേൾ ഫ്രണ്ട് ആയിട്ട് ബീങ് ലോയൽ ആണെങ്കിൽ അവരാദ്യമേ അത് പറയും. ഇപ്പൊ നമ്മളിപ്പോൾ വെസ്റ്റേൺസിനോടൊക്കെ ചെന്നിട്ട് നമ്മൾ സംസാരിക്കാന്നിരിക്കട്ടെ, ക്യാൻ ഐ ഗെറ്റ് യുവർ നമ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവര് നമ്മളോട് മറുപടി പറയുന്നത് എന്താ പറയുക, അവരൊരു ഓൾറെഡി ഒരു എൻഗേജ് ആണെങ്കിൽ അവർ നമ്മളോട് പറയും സോറി. ആദ്യമേ ക്ഷമ പറയും, സോറി ഐ ഹാവ് എ ബോയ് ഫ്രണ്ട് ഓർ ഐ ഹാവ് എ ഗേൾ ഫ്രണ്ട്, ഇങ്ങനെ പറയും. അപ്പോ ഇത് വളരെ മാന്യമായിട്ട് വെസ്റ്റേൺസ് പറയും. പക്ഷെ നമ്മൾ അങ്ങനെ പറയില്ല. നമ്മൾ കുറച്ചും കൂടെ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല, ഈ ഒരു മറുപടി ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അത് ചോദിക്കാതിരിക്കുക. അവര് നമ്മുടെ സംസാരം ഇഷ്ടപ്പെടുന്നില്ല, നമ്മളെ ഒന്ന് മാറ്റി നിർത്തണം എന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് നമ്മളോട് തിരിച്ചു പറയും ഐ എം ഓൾറെഡി എൻഗേജ്ഡ്, അല്ലേ, ഞാൻ ഓൾറെഡി എൻഗേജ്ഡ് ആണ്, അല്ലെങ്കിൽ എനിക്ക് റിലേഷൻ ഉണ്ട് എന്നുള്ളൊരു മറുപടി അവർ പറയും. അവർ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ അവര് നമ്മളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് ബോയ് ഫ്രണ്ട് ഉണ്ടോ ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്നൊന്നും ചോദിച്ചു കളയല്ലേ. മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപദേശങ്ങൾ കേൾക്കാതിരിക്കുക. നമ്മൾ പൊതുവെ ഒരാളോട് സംസാരിക്കാനൊക്കെ പോകുമ്പോൾ പ്രധാനമായിട്ടും നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലാത്ത ഒരു കൂട്ടുകാരൻ നമുക്ക് കാണും. ഇവൻ നമ്മളോട് പറയും നീ ചെന്ന് നീ ചെന്ന് കേരളാവേ, നീ അങ്ങോട്ട് ചെന്ന് അല്ലെങ്കിൽ അവൻ നമ്മളെ നിരാശപ്പെടുത്തും. രണ്ട് തരത്തിലുണ്ട് കേട്ടോ. ഈ നിരാശപ്പെടുത്തുന്ന കൂട്ടുകാരോടൊക്കെ മിണ്ടാതിരിക്കാൻ പറയാ. സത്യമായിട്ടുള്ള കേസാണ് ഞാൻ ഈ പറയുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി തന്നെ ഒരു ബേസിക് ബോധം ഉണ്ടായിരിക്കുക. ഒരാൾ നമ്മളോട് ഇപ്പോൾ എന്ത് കാര്യം, ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഒരു കള്ള് കുടിക്കുന്ന ആള്, നന്നായിട്ട് വെള്ളം അടിക്കുന്ന ഒരാൾ വന്നിട്ട് നമ്മളോട് ഒന്ന് പറയാണ് വെള്ളവടി മോശമാണ് എന്ന് പറയാന്നിരിക്കട്ടെ. അവര് പറയുന്നത് സത്യമാണ്. അവര് വെള്ളമടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള അതിനകത്ത് മാറ്റർ അല്ല. വെള്ളവടി മോശമാണ്, അതിന്റെ കിഡ്നി അടിച്ചു ലിവർ അടിച്ചു എന്നൊക്കെ പറയുന്നത് സത്യമാണ്. അത് പൊതു സത്യമാണ്. ആ സത്യം നമ്മൾ അംഗീകരിച്ചാൽ മതി. ആ പുള്ളി എന്ത് പറയുന്നു എന്നുള്ളതിലല്ല. നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ നിങ്ങളോട് അടുത്ത് വന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ നീ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് സംസാരിച്ചിട്ട് എന്നുള്ള രീതിക്ക് നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ബേസിക് ഐഡിയ ഉണ്ടാക്കിയിടുക. എനിക്ക് തന്നെ പറ്റും, എനിക്ക് പോയി സംസാരിക്കാനുള്ള ഒരു ഗട്സ് ഒക്കെ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ബോധ്യത്തിന്റെ പുറത്ത് പോവുക. വല്ലവന്മാരും പറയുന്നത് കേട്ടിട്ട് അവിടെ ഒതുങ്ങി ഒരു മൂലയ്ക്ക് കൂടാതിരിക്കുക. അവസാനത്തെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവ് എ ലുക്ക് എന്നുള്ളതാണ്. നമ്മൾ കണ്ണുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു 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 കോൺവെർസേഷൻ മെത്തേഡ്സിലൊക്കെ നമ്മൾ പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ കണ്ണുകൾ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നാണ് അർത്ഥം. എപ്പോഴും റെസ്പെക്ട്ഫുൾ ആയിരിക്കുക. നമ്മൾ ഏത് ജെൻഡറിനോട് സംസാരിച്ചാലും എപ്പോഴും റെസ്പെക്ട്ഫുള്ളി നമ്മൾ മാനേജ് ചെയ്യുക. എടുത്ത് ചാട്ടം കാണിക്കാതിരിക്കുക.